ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1 നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. പ്രസ്താവന 2 മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. പ്രസ്താവന 3 ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പ്രസ്താവന 4 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ചോദ്യം 3, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1949 നവംബർ 26-ന്. ചോദ്യം 4, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി. ചോദ്യം 5, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1951. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തേത്, ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. 2, ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. 3, ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്ന് മാത്രം ശരിയല്ല, ബാക്കി 2ഉം 3ഉം ശരിയാണ്. ചോദ്യം 7, സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ. ചോദ്യം 8, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? 1, ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2, ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 3, മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 4, ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രം. ശരിയല്ലാത്തത് 4 മാത്രമാണ്. ചോദ്യം 9, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് തിരഞ്ഞെടുക്കുക. 1, സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 2, അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. 3, 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ 1809 ജനുവരി 11. ചോദ്യം 12, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, മലബാർ കലാപം നടന്നത് 1921. 2, മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷനാണ്. 3, മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ചോദ്യം 13, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗൗരി പാർവതി ബായ്. ചോദ്യം 14, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ചോദ്യം 15, പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1805 നവംബർ 30. ചോദ്യം 16, മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സ്വിറ്റ്സർലൻഡ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം, കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 94%. ചോദ്യം 18, സാമ്പത്തികാസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്?
ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, ബക്രാനങ്കൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി സത്ലജ് നദി. നെക്സ്റ്റ് ചോദ്യം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഹോമി ജഹാംഗീർ ബാബ അല്ലെങ്കിൽ ഹോമി ജെ ബാബ. ചോദ്യം 21, ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി. ചോദ്യം 22, താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി ജോൺ മത്തായി. ചോദ്യം 23, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഡിസംബർ 14. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് ചന്ദ്രയാൻ 3. ഒന്നാമത്തെ പ്രസ്താവന 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2, 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 3, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഉത്തരം ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ്. ചോദ്യം 25, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. 2, ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. 3, ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. 4, ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേരുന്നതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരിയല്ലാത്ത പ്രസ്താവനകളാണ്. അടുത്തത് 26ാമത്തെ ചോദ്യം, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാഴച്ചാല് പത്തനംതിട്ട. അത് തെറ്റാണ്. വാഴച്ചാല് എവിടെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം 27, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. 2, മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. 3, ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. 28ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. 2, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. 3, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്. 4, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കി. 2, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി. 3, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. 4, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളം. ഇതിൽ തെറ്റേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ് തെറ്റ്. അടുത്ത ചോദ്യം 30ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. കബനി പാമ്പാറുമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യം, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിലേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. ചോദ്യം 32, കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ശാസ്താംകോട്ട. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി കോട്ടയം.
34-ാമത്തെ ചോദ്യം കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട. അടുത്ത ചോദ്യം ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ. 2. താരതമ്യേന വീതി കുറവ്. 3. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 4. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ആണ് ശരിയല്ലാത്തത്. 36-ാമത്തെ ചോദ്യം ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതൽ, അപരദന തീവ്രത കുറവ്, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ആണ് ശരി. അടുത്ത ചോദ്യം 37-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ്. നവശേവ ആൻഡ് കാണ്ട്ല. അടുത്ത ചോദ്യം 38-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ആണ്. ചോദ്യം 39 ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഉത്തരം ഓപ്ഷൻ സി ആണ്. കാവേരി. ചോദ്യം 40 2024 T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 41 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. ഉത്തരം ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 42 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. രാഹുൽ ഗാന്ധി. ചോദ്യം 43 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബ്രസീൽ. അടുത്ത ചോദ്യം 44 താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? 1. കാർഷിക മേഖല, ആരോഗ്യ മേഖല. 2. വ്യവസായിക മേഖല, ആരോഗ്യ മേഖല. 3. കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം. അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. ചോദ്യം 45 കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രം. അതായത് കത്തി, കരി, താടി, പച്ച, മിനുക്ക്. ചോദ്യം 46 കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം മാത്രം. അതായത് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ചോദ്യം 47 താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാത്രിമഴ. രാത്രിമഴ എഴുതിയത് സുഗതകുമാരിയാണ്. 48-ാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം. ഹിലരി ക്ലിൻ്റൺ. ബാക്കി എല്ലാവരും അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിച്ചവരാണ്. അടുത്ത ചോദ്യം 49-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 75 രൂപ. അടുത്ത ചോദ്യം 50-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സംവിധാൻ സദൻ. 51-ാമത്തെ ചോദ്യം ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇസ്രയേൽ. അടുത്ത ചോദ്യം 52-ാമത്തെ ചോദ്യം താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12
ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആൻ ഫ്രാങ്ക്. അടുത്ത ചോദ്യം 53-ാമത്തെ ചോദ്യം. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പുല്ല്. 54-ാമത്തെ ചോദ്യം. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ ബി, തെങ്ങ്. ചോദ്യം 55. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത്? ഉത്തരം ഓപ്ഷൻ ഡി, കരളാണ്. ചോദ്യം 56. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജീവകം ബി ആണ്. ചോദ്യം 57. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരി. ദേശീയ പാർക്ക് സൈലന്റ് വാലി, അതാണ് ശരിയായിട്ടുള്ളത്. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്തത് 58-ാമത്തെ ചോദ്യം. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ശാസ്ത്രജ്ഞരാണ്. അടുത്ത ചോദ്യം 59-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. 60-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? 1. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. 2. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. 3. pH മൂല്യം 7-ൽ കൂടുതലാണ്. 4. pH മൂല്യം 7-ൽ കുറവാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, pH മൂല്യം 7-ൽ കുറവാണ്. അതാണ് ശരിയായിട്ടുള്ളത്. 61-ാമത്തെ ചോദ്യം. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 ആണ്. 62-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അസമാണ്. ചോദ്യം 63. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. 64-ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ഹെൻറി കാവൻഡിഷ്. ചോദ്യം 65. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യൂജിൻ സെർസൺ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ 66-ാമത്തെ ചോദ്യം. ലോക ജലദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മാർച്ച് 22. അടുത്ത ചോദ്യം 67-ാമത്തെ ചോദ്യം. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ്? ഉത്തരം ഓപ്ഷൻ എ, വൈറസ്. 68-ാമത്തെ ചോദ്യം. ഏത് ഇനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഈഡിസ്. അടുത്ത ചോദ്യം 69-ാമത്തെ ചോദ്യം. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, HIV. അടുത്ത ചോദ്യം 70-ാമത്തെ ചോദ്യം. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 120/80 mmHg. അടുത്ത ചോദ്യം 71-ാമത്തെ ചോദ്യം. മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി, 206 അസ്ഥികൾ. അക്ഷാസ്ഥികൂടത്തിൽ 80ഉം അനുബന്ധാസ്ഥികൂടത്തിൽ 126ഉം, ടോട്ടൽ 206 അസ്ഥികൾ. അടുത്ത ചോദ്യം. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇനാമൽ. 73-ാമത്തെ ചോദ്യം. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഉത്തരം ഓപ്ഷൻ എ, 72 തവണ. 74-ാമത്തെ ചോദ്യം. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്?
ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ്. ചോദ്യം 75. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ടൈഫോയിഡ്. ചോദ്യം 76. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. ചോദ്യം 77. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ്? ഉത്തരം ഓപ്ഷൻ എ വരയാട്. ചോദ്യം 78. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ. ചോദ്യം 79. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് നെല്ല്. ചോദ്യം 80. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ്? ഓപ്ഷൻ സി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ചോദ്യം 1. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത? ഉത്തരം ഓപ്ഷൻ എ ചൂഷണം. ചോദ്യം 2. മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രൈമേറ്റുകൾ. ചോദ്യം 3. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ? ഉത്തരം ഓപ്ഷൻ സി മസീനി. ചോദ്യം 4. സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി കാപ്പിരി. ചോദ്യം 5. ചൈനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വിവിധ വിപ്ലവ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് സൺ യാറ്റ്സൺ രൂപീകരിച്ച സംഘടന? ഉത്തരം ഓപ്ഷൻ സി ചൈനീസ് റവല്യൂഷണറി ലീഗ്. ചോദ്യം 6. ജീവന്റെ ഉദ്ഭവം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി സമുദ്രത്തിൽ. ചോദ്യം 7. 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ സി പാരീസ്. ചോദ്യം 8. അഹില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ്? ഉത്തരം ഓപ്ഷൻ സി റഷ്യ. ചോദ്യം 9. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം ഓപ്ഷൻ സി വുഡ്രോ വിൽസൺ. ചോദ്യം 10. കാലിത്തീറ്റ, ജൈവവളം എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കടൽ സസ്യങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആൽഗകൾ. ചോദ്യം 11. മനുഷ്യൻ്റെ ഏതു പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി സമുദ്ര മലിനീകരണം. ചോദ്യം 12. പസഫിക് സമുദ്രത്തിൽ ഏകദേശം എത്ര ദ്വീപുകൾ കാണപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 30,000. ചോദ്യം 13. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയുടെ നീളം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 14,000 കിലോമീറ്റർ. ചോദ്യം 14. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ്? ഉത്തരം ഓപ്ഷൻ എ ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. ചോദ്യം 15. സുനാമി എന്ന ജാപ്പനീസ് പദത്തിൻ്റെ അർത്ഥം? ഉത്തരം ഓപ്ഷൻ സി തുറമുഖ നിരകൾ. ചോദ്യം 16. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാതരൂപം? ഉത്തരം ഓപ്ഷൻ ബി നാസിസം. ചോദ്യം 17.
നാസി പാർട്ടി എന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതിൻ്റെ ചുരുക്കെഴുത്താണ്? ഉത്തരം ഓപ്ഷൻ സി, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. ചോദ്യം 18. സമുദ്രത്തിന്റെ ഏതു ഭാഗത്താണ് വേലിയേറ്റം ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ചന്ദ്രനെ അഭിമുഖീകരിക്കുന്ന സമുദ്രഭാഗം. ചോദ്യം 19. തിരാതടവും തിരാശിഖിരവും തമ്മിലുള്ള ലംബദൂരം. ഉത്തരം ഓപ്ഷൻ സി, ഉന്നതി. ചോദ്യം 20. 1398 തന്നെ നാം യുദ്ധം ആരംഭിക്കേണ്ടതായിരുന്നു, പക്ഷേ ഭീരുക്കളെപ്പോലെ അവർ നമുക്ക് കീഴടങ്ങി. നമുക്ക് മ്യൂണിച്ചിൽ നഷ്ടമായത് ഒരു വ്യത്യസ്ത സന്ദർഭമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഹിറ്റ്ലർ. ചോദ്യം 21. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ബെർലിൻ. ചോദ്യം 22. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണനിർവഹണ ഘടകമാണ്? ഉത്തരം ഓപ്ഷൻ സി, സെക്രട്ടേറിയറ്റ്. ചോദ്യം 23. സ്വയം ഭരണം ഇല്ലാത്ത പ്രദേശങ്ങളുടെ ഭരണനിർവഹണത്തിനുള്ള ഘടകമാണ്? ഉത്തരം ഓപ്ഷൻ എ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ചോദ്യം 24. വൻകര വിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയ പരിവേഷണം നൽകിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ആൽഫ്രഡ് വെഗ്നർ. ചോദ്യം 25. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി, ഗോഡ്വാന ലാൻഡ്. ചോദ്യം 26. പാൻജിയയെ വലയം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓപ്ഷൻ സി, പന്തലാസ. ചോദ്യം 27. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മംഗോളിയ. ചോദ്യം 28. ഏതു സമ്മേളനത്തിന്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, പോട്സ്ഡാം സമ്മേളനം. ചോദ്യം 29. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ജനകീയ വിമോചന സേന. ചോദ്യം 30. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 1949. ചോദ്യം 31. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ചാൾസ് നിയമം. ചോദ്യം 32. ഒരു ലെൻസിന്റെ പവർ 2D എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലെൻസിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി, 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസ്. ചോദ്യം 33. നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പർസക്. ചോദ്യം 34. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ്ജ സ്രോതസ്സാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി, ആണവ നിലയം. ചോദ്യം 35. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്.
ഉത്തരം ഓപ്ഷൻ ഡി പച്ചിരുമ്പ്. ചോദ്യം 36. താഴെ കൊടുത്തിരിക്കുന്ന പദാർത്ഥങ്ങളിൽ ഓരോ എണ്ണം തന്മാത്രകളുള്ളവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1 ഉം 3 ഉം. അതായത് 36 ഗ്രാം ജലം ആൻഡ് 34 ഗ്രാം അമോണിയ. ചോദ്യം 37. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജലകാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം ക്ലോറൈഡ്. ചോദ്യം 38. 3517R എന്നത് ഒരു മൂലകത്തെ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ആറ്റത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ 18. ചോദ്യം 39. വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏത്? ഉത്തരം ഓപ്ഷൻ എ വനേഡിയം പെൻഡോക്സൈഡ്. ചോദ്യം 40. ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം ഓപ്ഷൻ ഡി പ്രാതിനിധ്യ മൂലകങ്ങൾ. ചോദ്യം 41. സിറോഫ്താൽമിയ ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ എ. ചോദ്യം 42. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ത്വക്ക്. ചോദ്യം 43. ഒരു സസ്യ ഹോർമോൺ ആണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി ഗിബ്ബെറലിൻ. ചോദ്യം 44. ഏതു വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ 1? ഉത്തരം ഓപ്ഷൻ എ കുരുമുളക്. ചോദ്യം 45. കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഫംഗസ്. ചോദ്യം 46. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ സി മെനിഞ്ചസ്. ചോദ്യം 47. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം? ഉത്തരം ഓപ്ഷൻ ബി കാൽസ്യം ഫോസ്ഫേറ്റ്. ചോദ്യം 48. മാനിഹോട്ട് യൂട്ടിലിസിമ എന്നത് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം ഓപ്ഷൻ എ മരച്ചീനി. ചോദ്യം 49. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ 7. ചോദ്യം 50. ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ എഡ്വേർഡ് ജെന്നർ. ഒന്നാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശ്രീ യു ഷറഫ് അലി. രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഷെയ്പ്പാണ് ഉത്തരം. അതായത് ഉൾപ്പെടാത്തത് ഷെയ്പ്പാണ്. അപ്പോൾ ഉൾപ്പെടുന്നത് ബാക്കി 3 രാംബ LP ചാസ്തെ ഇൽസ. റാംബ ചാസ്തെ ഇൽസ. മൂന്നാമത്തെ ചോദ്യം 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി ആണ് പി വത്സല. നാലാമത്തെ ചോദ്യം 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്.
ചോദ്യം 5. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നിഴലുറങ്ങുന്ന വഴികൾ. ഈ നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതി എഴുതിയിരിക്കുന്നത് പി വത്സലയാണ്. അതായത് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച പി വത്സലയാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതി രചിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ആ 2 കാര്യങ്ങളും 2 മാർക്കും കിട്ടും. അത് പഠിച്ചിട്ടില്ലാത്തവർക്ക് ആ 2 മാർക്കും പോവുകയും ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓഗസ്റ്റ് 23 ആണ്. അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ടി.കെ. മാധവനാണ്. 8ാമത്തെ ചോദ്യം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. 9ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തെ കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം. 10ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചു. 2. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. 3. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. 4. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് ഉൾപ്പെടാത്തത്. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 3 മാത്രം ഉൾപ്പെടുന്നില്ല. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം. 11ാമത്തെ ചോദ്യം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരിയാണ്. 12ാമത്തെ ചോദ്യം. പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1ാമത്തെ പ്രസ്താവന കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 2 ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 3 താരതമ്യേന വീതി കൂടുതൽ. 4 അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നുള്ളതും താരതമ്യേന വീതി കൂടുതൽ എന്നുള്ളതുമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. 13 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1853. ചോദ്യം 14. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചാറിയയാണ്. ചോദ്യം 15. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. അടുത്ത ചോദ്യം. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ചോദ്യം 17. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3. ചോദ്യം 18. ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. 19ാമത്തെ ചോദ്യം. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. ചോദ്യം 20. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം 21. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 21A. അനുച്ഛേദം 21A ആണ് ഇതിൻ്റെ ഉത്തരം. ചോദ്യം 22. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ്? 22ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഭാഗം 4A. അടുത്ത ചോദ്യം.
ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 24. ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ഉത്തരം ഓപ്ഷൻ എ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം. ചോദ്യം 25. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 3:2 ആണ്. ചോദ്യം 26. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12 ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഉത്തരം ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചോദ്യം 28. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അനുച്ഛേദം 21, ആർട്ടിക്കിൾ 21 ആണ് ഉത്തരം. അടുത്ത ചോദ്യം 29. ചോദ്യം, ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ദേവനാഗരി ലിപിയാണ്. ചോദ്യം 30. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം അറിയാം. ഓപ്ഷൻ ബി ആണ് കടുവ. ചോദ്യം 31. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 32. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് രാമൻ നമ്പി. ചോദ്യം 33. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം 34. ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? 34ന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ബ്രസീലാണ്. ചോദ്യം 35. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? ഉത്തരം ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി സർവകലാശാല. 36. ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1919. ചോദ്യം 37. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം, സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 39. ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് പക്രാനങ്കൽ. ചോദ്യം 40. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട്. ചോദ്യം 41. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇടുക്കി. നെക്സ്റ്റ് ചോദ്യം, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 43. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് 2017. ചോദ്യം 44. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷനിൽ നിന്ന് ബി ആണ് പാമ്പാറാണ്. അടുത്ത ചോദ്യം 45. ചോദ്യം, പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാരതപ്പുഴയാണ്. ചോദ്യം 46. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഉത്തരം ഓപ്ഷൻ ബി ആണ് നഞ്ചിയമ്മ. 47. ചോദ്യം, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കിയാണ്. അടുത്ത ചോദ്യം 48. ചോദ്യം, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം
ഓപ്ഷൻ ഡി ഇരവികുളമാണ്. ചോദ്യം 49, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? എല്ലാവർക്കും അറിയാം, ഉത്തരം ഓപ്ഷൻ എ ആണ്, വേമ്പനാട്ട് കായൽ. ചോദ്യം 50, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിൻകരയാണ്. 51 ചോദ്യം, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, അയ്യങ്കാളി. ചോദ്യം 52, 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അരുവിപ്പുറം. 53 ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന ആദ്യ സംഘടിത കലാപം? ഉത്തരം ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. 54 ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1924. ചോദ്യം 55, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ഓപ്ഷൻ സി ആണ്, അരയ സമാജം. ചോദ്യം 56, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ബേപ്പൂർ മുതൽ തിരൂർ വരെ. അടുത്ത ചോദ്യം 57 ചോദ്യം, പയ്യന്നൂര് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം കെ കേളപ്പനാണ്, ഓപ്ഷൻ ഡി, കെ കേളപ്പൻ. ചോദ്യം 58, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? ഉത്തരം ഓപ്ഷൻ എ, നെടുങ്ങാടി ബാങ്ക്. ചോദ്യം 59, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ഉത്തരം ഓപ്ഷൻ എ ആണ്, പാരീസ് ഒളിമ്പിക്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് 60 ചോദ്യം, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, ഓപ്ഷൻ ഡി, VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത ചോദ്യം 61 ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിൻ്റെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? പ്രസ്താവനകൾ ഇതൊക്കെയാണ്. 1 പ്രസ്താവന, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. 2 പ്രസ്താവന, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഇ. പ്രസ്താവന 3, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. 4 പ്രസ്താവന, മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. തെറ്റായ പ്രസ്താവന 4 മാത്രമാണ്, ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. 63 ചോദ്യം, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമ്പർക്കം മുഖേന. 64 ചോദ്യം, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്നേഹസ്പർശം. ചോദ്യം 65, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മോണോസൈറ്റും ന്യൂട്രോഫിലും. അടുത്ത ചോദ്യം, പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഭാഗ്യലക്ഷ്മി. ചോദ്യം 67, വനവിഭവം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മണ്ണെണ്ണയാണ്. 68 ചോദ്യം, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? ഉത്തരം ഓപ്ഷൻ എ, സൾഫർ ഡയോക്സൈഡ്. 69 ചോദ്യം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഓപ്ഷൻ സി, ഇന്ത്യയാണ്. നെക്സ്റ്റ് ചോദ്യം 70 ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണെന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, 7 ആണ്. 71 ചോദ്യം, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ഉത്തരം ഓപ്ഷൻ സി, റുദർഫോർഡ്. 72 ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സിങ്ക് ആണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ചോദ്യം 73, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, 18ാം ഗ്രൂപ്പിൽ. അടുത്ത ചോദ്യം 74 ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണെന്ന്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ചോദ്യം 75. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ഉത്തരം ഓപ്ഷൻ ബി, കാർമോയിസിൻ. നെക്സ്റ്റ് 76-ാമത്തെ ചോദ്യം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭ്രമണചലനമാണ്. 77-ാമത്തെ ചോദ്യം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാകേഷ് ശർമ്മ. ചോദ്യം 78. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അപവർത്തനമാണ്. 79-ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാഷ്പീകരണമാണ്. ലാസ്റ്റ് ചോദ്യം 80-ാമത്തെ ചോദ്യം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കാറ്റ്, തിരമാല, പെട്രോൾ, കൽക്കരി. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരി. അതായത് കാറ്റും തിരമാലയുമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണങ്ങൾ. ചോദ്യം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? എസ് സോമനാഥ്. അതായത് ISROയുടെ ചെയർമാൻ ആരാണെന്നതാണ് ചോദ്യം. എസ് സോമനാഥാണ് ഉത്തരം. ചോദ്യം 2. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ എ, ലീലാതിലകം. ചോദ്യം 3. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിപണനം. ചോദ്യം 4. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിൽ ആണ്? ഉത്തരം ചൈന. ഓപ്ഷൻ എ. നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഉത്തരം ഓപ്ഷൻ ബി, പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, മിതാലി രാജ്. അടുത്ത ചോദ്യം. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദാമോദർ മൗസോ. നെക്സ്റ്റ് ചോദ്യം. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, മീററ്റ്. അടുത്ത ചോദ്യം. എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഫെബ്രുവരി 28. ചോദ്യം 10. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, 2021. നെക്സ്റ്റ് ചോദ്യം. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നത് തെറ്റാണ്. ബാക്കി 3ഉം ശരിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഇത് ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. അത് ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അതും ശരിയാണ്. ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. നെക്സ്റ്റ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ബ്രസീൽ. വലിപ്പത്തിൽ 1-ാം സ്ഥാനം റഷ്യയാണ്, 2ാമത് കാനഡ, 3ാമത് USA, 4ാമത് ചൈന, 5ാമത് ബ്രസീൽ, 6ാമത് ഓസ്ട്രേലിയ, 7ാമത് ഇന്ത്യ. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആനമുടിയാണ്.
ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. താഴെ തന്നിരിക്കുന്നവയിലെ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സാമ്പാർ തടാകം. ബാക്കി മൂന്നും ശുദ്ധജല തടാകങ്ങളാണ്. വോളാർ തടാകം, ദാൽ തടാകം, ലോക്താക് തടാകം. നെക്സ്റ്റ് ചോദ്യം, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, നർമ്മദ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? ഉത്തരം ഓപ്ഷൻ സി, റൂർക്കേല. നെക്സ്റ്റ് ചോദ്യം, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സാദിയ ദുബ്രി തമ്മിലാണ് ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്നത്. ചോദ്യം 19, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ഓപ്ഷൻ എ, ഹൈദരാബാദ്. അടുത്ത ചോദ്യം, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? യു പിയിലാണ്, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി, നറോറ ആണവ നിലയം, ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ബംഗാളി. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. ചോദ്യം 23, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇത് തെറ്റാണ്. ബാക്കി 3 ഓപ്ഷനും ശരിയാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇതെല്ലാം ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 2005. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ചോദ്യം 27, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 32. ചോദ്യം 28, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, ആന, കാള, സിംഹം, കുതിര. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, സ്വത്തവകാശം. ചോദ്യം 30, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ എ, 1947 ജൂലൈ 22. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22. നെക്സ്റ്റ് ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം? ഉത്തരം ഓപ്ഷൻ ഡി, സംബാദ് കൗമുദി. ചോദ്യം 32, 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച്
നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമ. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ഉത്തരം ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. നെക്സ്റ്റ് ചോദ്യം, ചോദ്യം 35, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? ഉത്തരം ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൻ പ്രഭു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? ഉത്തരം ഓപ്ഷൻ ബി തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ചോദ്യം 37, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഓപ്ഷൻ ബി ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. ചോദ്യം 41, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ? ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. ചോദ്യം 43, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? ഉത്തരം ചെമ്പഴന്തി, ഓപ്ഷൻ ബി. കേരളത്തിലെ ദേശീയ ജലപാത? ഓപ്ഷൻ സി NW3 നാഷണൽ വാട്ടർവേ 3. ചോദ്യം 45, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗൗരി പാർവതി ബായ്. ചോദ്യം 46, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം? ഉത്തരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ. ചോദ്യം 49, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബാലഗംഗാധര തിലക്. ചോദ്യം 50, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓപ്ഷൻ എ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ചോദ്യം 51, കേരളത്തിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1957. അടുത്ത ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് ഫസൽ അലി.
ബാക്കി 3 ഓപ്ഷനും അതിലെ ആ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം. ഉത്തരം ഓപ്ഷൻ സി ആണ്, മീരറ്റ്. ഈ ചോദ്യം രണ്ടാമതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിക്കുന്നത്. ഇതിനു മുമ്പും ഒരു വട്ടം ചോദിച്ചായിരുന്നു. ചോദ്യം, എട്ടാമത്തെ ചോദ്യം, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഈ സെയിം ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിച്ചത്. 1857 കലാപം അറിയപ്പെടുന്നതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ദേശീയോത്സവം. ഉത്തരം ഓപ്ഷൻ ബി, ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, തുലാവർഷം. അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അംശി നാരായണ പിള്ള. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ഉത്തരം ആലപ്പുഴയാണ്. ചോദ്യം 58, തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ എ, അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ എ, 1861. ചോദ്യം 60, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പയ്യന്നൂർ. ചോദ്യം 61, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി, 1, 3. ക്ഷയവും ചിക്കൻ ബോക്സും. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയവും ചിക്കൻ ബോക്സും. നെക്സ്റ്റ് ചോദ്യം, ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോമ്പല്ല്. ചോദ്യം 63, ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭൂമിക. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹ്യ ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, വൈറ്റമിൻ സി. ചോദ്യം 65, രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്മ. നെക്സ്റ്റ് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം. 2 അനാമിക, 4 ആർക്ക. പവിത്രയും ഹ്രസ്വയും നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആന്തോസയാനിൻ. ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. നെക്സ്റ്റ് 68, എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനന്ദ് മോഹൻ ചക്രവർത്തി. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. നെക്സ്റ്റ് ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, കാസർഗോഡ്. ചോദ്യം 70, സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1986.
84. അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത് സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ളവയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓപ്ഷൻ സിയിൽ അറ്റോമിക് നമ്പർ രണ്ടിൻ്റെയും 6 ആണ്, മാസ് നമ്പർ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി. ചോദ്യം 72. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജലപ്രവാഹത്തിൽ കഴുകൽ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമാണ് ജലപ്രവാഹത്തിൽ കഴുകൽ. അടുത്തത് റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി, ലാന്തനോയിഡുകൾ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ലാന്തനോയിഡുകൾ. ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, D2O. നെക്സ്റ്റ് ചോദ്യം, ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോഫെനിക്കോള്. അത് ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ചോദ്യം 76. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. ഉത്തരം ഓപ്ഷൻ ബി. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മണ്ണെണ്ണ. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം മണ്ണെണ്ണ, കൽക്കരി എന്നിവ പോലുള്ളവയാണ്, പെട്രോളിയം പോലുള്ളവയാണ്. കാറ്റ്, തിരമാല, സൗരോർജം എന്നിവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്, അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യത്തിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, മംഗൾയാൻ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം അറിയപ്പെടുന്നത് മംഗൾയാൻ എന്ന പേരിലാണ്. നെക്സ്റ്റ് ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ, അപവർത്തനം. നെക്സ്റ്റ് ചോദ്യം, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഉത്തരം ഓപ്ഷൻ ബി.